കോഴിക്കോട് ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി വിട്ട കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും CPIM-ൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ബാങ്ക് ചെയർമാൻ ഉൾപ്പെടെയുള്ളവരെ സ്വീകരിച്ചു. കോൺഗ്രസ് വിമതരായി മത്സരിച്ച് ജയിച്ച് 7 ബാങ്ക് ഡയറക്ടർമാരിൽ 2 പേരെ മാത്രമാണ് CPIM-ൽ എത്തിക്കാനായത്. കോൺഗ്രസ് നേതാവായിരുന്ന ബാങ്ക് ചെയർമാൻ GC പ്രശാന്ത് കുമാർ നേതൃത്വത്തിലുള്ളവരെ സ്വീകരിക്കാൻ വമ്പൻ സമ്മേളനമാണ് CPIM കോഴിക്കോട് കോട്ടൂടിയിൽ ഒരുക്കിയത്. കോൺഗ്രസ് വിട്ടുവന്നവരെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് CPIM എന്ന MV ഗോവിന്ദൻ. വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടും ദിശാബോധത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകാൻ നിർബന്ധ ബുദ്ധി കാണിച്ചതാണ് കോൺഗ്രസിൽ നിന്ന് ഇവരെ വ്യതിരിക്തമാക്കുന്നത്. ഈ അഴിമതി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവർക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന കേരളത്തിലെ പാർട്ടി ഏതാണ് എന്ന ചോദ്യത്തിന് പ്രബലമായ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് തന്നെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. കോൺഗ്രസിൽ നിന്നും രാജിവെച്ചവർ രൂപീകരിച്ച ചേവായൂർ ബാങ്ക് സംരക്ഷണ സമിതിയിലെ 7 പേരാണ് കഴിഞ്ഞ നവംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബാങ്ക് ഡയറക്ടർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കോൺഗ്രസ് നേതാവായിരുന്ന ബാങ്ക് ചെയർമാൻ GC പ്രശാന്ത് കുമാർ നേതൃത്വത്തിൽ ബാങ്ക് സംരക്ഷണ സമിതിയെ പൂർണ്ണമായും CPIM-ൽ എത്തിക്കാനായിരുന്നു നീക്കം. എന്നാൽ 2 ഡയറക്ടേഴ്സ് മാത്രമാണ് CPIM-ൽ ചേർന്നത്. മറ്റുള്ളവർ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് കോൺഗ്രസ് നേതൃത്വം ഉറ്റുനോക്കുന്നത്. പാർട്ടിയുമായി ഉടക്കി നിൽക്കുന്നവർ CPIM-ൽ ചേരുന്നത് തടയാൻ കോൺഗ്രസ് ജില്ലാ നേതൃത്വം ഇടപെട്ടിരുന്നു. ബാങ്കിൽ പുതുതായി ജോലി ലഭിച്ച ആളുകളെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തിയാണ് CPIM-ൽ എത്തിച്ചതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. 24 കോഴിക്കോട്.